സ്കന്ദഷഷ്ഠി. ഷഷ്ഠികളിൽ അതിപ്രധാനമാണ് സ്കന്ദഷഷ്ഠി. സ്കന്ദഷഷ്ഠി വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ദുരിത നിവാരണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇഷ്ടസന്താന യോഗത്തിനും ആഗ്രഹ സാഫല്യത്തിനും എടുക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഇനി ഈ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്നും അശുദ്ധിയായ സ്ത്രീകൾക്ക് ഈ വ്രതം എടുക്കാമോ എന്നും പറയാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമസ്കാരം. കൃഷ്ണഗിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീർഘ ആയുസ്സും വിദ്യയും സൽസന്താനങ്ങൾ ഉണ്ടാവാനും സന്താനങ്ങളുടെ സ്നേഹം കിട്ടാനും സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാനും മക്കൾക്ക് നല്ല ജോലി കിട്ടാനും സർപ്പദോഷം അകലാനും ദാമ്പത്യ ഭദ്രതയ്ക്കും സർവ ഐശ്വര്യത്തിനും സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. തുലാമാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ 6ാമത്തെ ദിവസമാണ് ഷഷ്ഠി തിഥിയിലാണ് സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഒരു തവണ സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചാൽ അത് ഒരു ജന്മം മുഴുവനും വ്രതം എടുത്ത പുണ്യമാണ് നൽകുന്നത്. 6 ഷഷ്ഠി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്രതം ചിട്ടയോടുകൂടി അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതത്തിനും അവസാനമുണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നതിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഈ അപൂർവ വ്രതം കൂടിയാണ് ഇത്. ഇത്തവണത്തെ സ്കന്ദഷഷ്ഠി 2025 ഒക്ടോബർ 27-ാം തീയതിയാണ്. അന്നാണ് മഹാസ്കന്ദഷഷ്ഠി വരുന്നത്. ഷഷ്ഠി വ്രതം പോലെ മഹത്തരമായ മറ്റൊരു വ്രതം ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇത്തവണ സ്കന്ദഷഷ്ഠി വ്രതം ആരംഭിക്കേണ്ടത് ഏത് ദിവസം തുടങ്ങിയാണെന്ന് നോക്കാം. 2025 ഒക്ടോബർ 22-ാം തീയതി ബുധനാഴ്ചയാണ് വ്രതം ആരംഭിക്കേണ്ടത്. 6 ദിവസത്തെ വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഇനി പ്രഥമ തിഥി ആരംഭിക്കുന്നത് ഒക്ടോബർ 21-ാം തീയതി വൈകിട്ട് 5:45 തുടങ്ങി ഒക്ടോബർ 22-ാം തീയതി 7:40 വരെയാണ് പ്രഥമ തിഥി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 23-ാം തീയതിയാണ് സ്കന്ദഷഷ്ഠി വ്രതം ആരംഭിക്കേണ്ടത്. ഇനി ഈ മഹാസ്കന്ദഷഷ്ഠി വ്രതം ആരെല്ലാം എടുക്കാം, എങ്ങനെ എടുക്കാം? ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു വരം പോലെയുള്ള വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഷഷ്ഠി തിഥിയിൽ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്നത് ഉറപ്പാണ്. ഈ വ്രതം എടുത്തുകൊണ്ട് മുരുക ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് സന്താന സൗഭാഗ്യം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ ഇത്തവണ ഈ വ്രതം വിശ്വാസത്തോടുകൂടി എടുത്തു നോക്കൂ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകി പിടിച്ചുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ 100% ഫലം ഉറപ്പ്. ഭഗവാൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഇനി ചിലർ പറയാറുണ്ട്, 2-3 വർഷമായി ഞാൻ ഈ വ്രതം എടുക്കുന്നുണ്ട്, എനിക്ക് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന്. ഭഗവാനോടുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒരു തരി പോലും സംശയം വെക്കാതെ വ്രതം എടുക്കണേ. നമ്മുടെ പൂർവജന്മ കർമ്മ ഫലങ്ങൾ കൊണ്ടാണ് നമ്മുടെ കടബാധ്യത, മംഗല്യ തടസ്സം, രോഗങ്ങൾ, സന്താനമില്ലായ്മ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ആ കർമ്മഫലങ്ങൾ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതാണ്. അതിനായി ഈ മഹാഷഷ്ഠി വ്രതം അനുഷ്ഠിക്കൂ. ഓരോ വ്രതം കഴിയുന്തോറും
നിങ്ങളുടെ ദുരിതങ്ങൾ പടിപടിയായി കുറഞ്ഞ് പൂർണ്ണമായും ഇല്ലാതാക്കി ഭഗവാൻ അനുഗ്രഹിക്കും. പൂർണ്ണ വിശ്വാസത്തോടുകൂടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പാണ്. അടുത്ത ഷഷ്ടിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നടത്തി തരുന്നതാണ്. സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ? സ്കന്ദഷഷ്ടി വ്രതം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏത് രീതിയിലാണ് വ്രതം എടുക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. ഒരു വ്രതം ആരംഭിച്ചതിന് ശേഷം അത് മാറ്റുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ എടുക്കണം, എനിക്ക് ഏത് രീതിയിൽ എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. ഇന്ന രീതിയിൽ എടുത്താൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കൂ എന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 6 ദിവസവും വ്രതം എടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പരിപൂർണമായ ഉറപ്പുണ്ടെങ്കിൽ 6 ദിവസവും വ്രതമെടുക്കാം. ഇല്ലെങ്കിൽ തലേ ദിവസം ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം ഉപവാസം അനുഷ്ഠിച്ചും ഈ വ്രതം എടുക്കാവുന്നതാണ്. ഏറ്റവും പ്രയാസപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് മഹാസ്കന്ദഷഷ്ടി വ്രതം. 6 ദിവസം പൂർണ്ണമായി ഭക്ഷണം ഒഴിവാക്കിയും പാൽ മാത്രം കുടിച്ചുകൊണ്ടും പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ടും വ്രതം എടുക്കുന്നവരുണ്ട്. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് 2 നേരം ഉപവസിച്ചും ഈ വ്രതം എടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മാത്രം ഇതിന് മുൻഗണന കൊടുക്കുക. കാരണം ഒരു കാരണവശാലും ഈ വ്രതം മുടങ്ങിപ്പോകരുത്. മുഴുപ്പട്ടിണി ഇരുന്നും ഈ വ്രതം അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഒരുപാട് ക്ഷീണം വന്നാൽ നമുക്ക് നാമം ജപിക്കാൻ പോലും സാധിക്കുകയില്ല. വ്രത ദിവസം വ്രതസമയങ്ങളിൽ പകൽ ഉറക്കം പാടില്ല. പ്രായമായവർ ആണെങ്കിൽ പകൽ അല്പം വിശ്രമിക്കാം. കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതിലും നല്ലത് നിലത്ത് ഒരു പുതിയ പായ വിരിച്ച് കിടക്കുക. പ്രായമായവർ ഇത് ചെയ്യരുത്. വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് മുരുക ഭഗവാന്റെ തിരുനാമങ്ങൾ, മന്ത്രങ്ങൾ, കവചങ്ങൾ എന്നിവ ജപിക്കുക. വൈകിട്ടും ഇതേപോലെ തന്നെ ചെയ്യുക. ഇനി അടുത്ത സംശയം, മുടക്കായ സ്ത്രീകൾ വ്രതം എടുക്കാമോ? വ്രതം എടുക്കാം, പക്ഷേ പൂജാമുറിയിൽ കയറി വിളക്ക് വെക്കരുത്. അവിടെ ഇരുന്ന് നാമം ജപിക്കുകയും അരുത്. മറ്റൊരാളെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കുക. മാറിയിരുന്ന് നാമം ജപിക്കാം. ഇനി വ്രതമെടുക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ നിന്നുള്ള തീർത്ഥം സേവിക്കാമോ? ക്ഷേത്രത്തിലെ തീർത്ഥം ധൈര്യമായി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഗർഭിണികളായ സ്ത്രീകൾ വ്രതം എടുക്കേണ്ട കാര്യമില്ല. അവർ പ്രാർത്ഥന മാത്രം നടത്തിയാൽ മതി. വ്രതമെടുക്കുന്നവർ അധികവും സംസാരിക്കാതെ നാമജപമായി കഴിയുക. മക്കളുടെ അഭിവൃദ്ധിക്കായി അമ്മമാർ ഷഷ്ഠി വ്രതം എടുക്കുന്നത് അത്യുത്തമമാണ്. മക്കൾക്ക് വേണ്ടി അമ്മമാർ എടുക്കേണ്ട വ്രതം കൂടിയാണിത്. പാർവതീദേവി വരെ ഈ വ്രതം എടുത്തിട്ടുണ്ട്. സ്കന്ദഷഷ്ടിക്ക് 6 ദിവസത്തെ വ്രതം നിർബന്ധമാണെങ്കിലും ചിലർ തലേ ദിവസം മാത്രം വ്രതം എടുക്കുന്നുണ്ട്. പകൽ ഗോതമ്പ് ഭക്ഷണം കഴിച്ച് രാത്രി ഫ്രൂട്ട്സ് കഴിച്ചും ഈ വ്രതം എടുക്കാവുന്നതാണ്. സ്കന്ദഷഷ്ടി ദിവസം ക്ഷേത്രത്തിൽ പോകുന്നവർ പഞ്ചാമൃത അഭിഷേകം, പനിനീരഭിഷേകം, ഭസ്മാഭിഷേകം അങ്ങനെയുള്ള എന്തെങ്കിലും അഭിഷേകങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഷഷ്ടി ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നവർ അമ്പലത്തിലെ നേദ്യച്ചോറ് കഴിക്കാവുന്നതാണ്. ഷഷ്ടി സ്തുതിയും ഷഷ്ടി കവചവും നിത്യേന ചൊല്ലുക. ഷഷ്ടി കഴിഞ്ഞ് പിറ്റേ രാവിലെ അമ്പലത്തിൽ ചെന്ന് തുളസി തീർത്ഥം മേടിച്ച് സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. ചിട്ടയായി വ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാൻ അതിവേഗം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഷഷ്ടി വ്രതം എടുക്കുന്നവർ എല്ലാ ദിവസവും ചുരുങ്ങിയത് 108 തവണയെങ്കിലും ഓം വജദ്ഭുവേ നമ ഈ മന്ത്രം ജപിക്കുക. എല്ലാവർക്കും
മുരുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്കും ഷഷ്ഠി വ്രതം എടുക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹരോ ഹരഹര.